9 നാൾ നീളുന്ന വിദ്യാരംഭ കലോത്സവത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ച് തിരൂർ തുഞ്ചൻ പറമ്പ്. തുഞ്ചൻ പറമ്പിന്റെ അമരക്കാരനായിരുന്ന MT വാസുദേവൻ നായർ അന്തരിച്ച ശേഷമുള്ള ആദ്യ കലോത്സവമാണ് കടന്നുവരുന്നത്. 24 മുതൽ ഒക്ടോബർ 2 വരെ നീളുന്ന കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിയതായി തുഞ്ചൻ ട്രസ്റ്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ 3 സാധാരണ നാട്ടുശിഷ്യന്മാരടക്കം 44 പേര് കുട്ടികളെ എഴുത്തിരുത്താൻ രാവിലെ 5 മണി മുതൽക്കാണ് തുടങ്ങുന്നത്. അതായത് 2-ാം തീയതി. ഒരു റിസർവേഷനും ഇല്ല. ഫോണിലൊക്കെ ധാരാളം ബന്ധപ്പെട്ട് രക്ഷിതാക്കന്മാരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. റിസർവേഷനൊന്നുമില്ല. രാവിലെ നേരത്തെ വന്നിട്ട് ക്യൂവിൽ നിൽക്കുക, എന്നിട്ട് കുട്ടികളെ എഴുത്തിരുത്തുക. ഇതാ പരിപാടികൾ. പിന്നെ കവികളുടെ വിദ്യാരംഭം അതിനോടൊപ്പം തന്നെ ഈ രാവിലെ 9 മണിക്ക് ഈ മെയിൻ ഹാളിൽ നടക്കുന്നുണ്ട്. അതിന് രജിസ്ട്രേഷൻ വേണം. പിന്നെ പറയാനുള്ളത് ആദ്യത്തെ ദിവസം ഈ പ്രധാനമായിട്ടൊരു പരിപാടി ഉള്ളത് ഈ അക്ഷരശുദ്ധി മത്സരം. കവി കുഞ്ഞുണ്ണി മാഷ് അതിൻ്റെ ഒരു 5000 രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രശസ്തി പത്രം. അതായത് നമ്മുടെ തിരൂര്, തിരുരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ 10ാം തരത്തിലുള്ള കുട്ടികളാണ് അതിൽ പങ്കെടുക്കുന്നത്. വർഷവും ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കേന്ദ്രമാണ് തുഞ്ചൻ പറമ്പ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാതെ ആർക്കും തുഞ്ചൻ പറമ്പിലെത്തി ഹരിശ്രീ കുറിക്കാം. സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തച്ഛൻ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്തച്ഛന്മാരുമാണ് ഹരിശ്രീ കുറിച്ചു നൽകുക. പുലർച്ചെ ആരംഭിക്കുന്ന ചടങ്ങ് ഉച്ചവരെ നീളും. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നവ എഴുത്തുകാരെ ഉൾപ്പെടുത്തിയുള്ള കവികളുടെ വിദ്യാരംഭവും അതേ ദിവസം നടക്കും. ആധുനിക തുഞ്ചൻ പറമ്പിന്റെ ശില്പിയായിരുന്ന MT വാസുദേവൻ നായർ മൺമറിഞ്ഞതിനു ശേഷമുള്ള ആദ്യ വിദ്യാരംഭമാണ് ഇത്തവണത്തേത്. എല്ലാ വർഷവും MTയുടെ മടിയിൽ കുരുന്നുകളെ ഇരുത്തി ഹരിശ്രീ കുറിക്കാൻ അവസരം തേടി ധാരാളം ആളുകൾ തുഞ്ചൻ പറമ്പിൽ എത്താറുണ്ട്. MT ഇല്ലാത്ത വേദനയോടെയാണ് സംഘാടകർ ഇത്തവണ ഒരുക്കങ്ങൾ നടത്തിവരുന്നത്. 9 ദിവസമായി നടത്താൻ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം അതൊരു നല്ല വിജയമായിരുന്നു. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ നല്ലൊരു പിന്തുണ പരിപാടികൾ കാഴ്ചക്കാരിലേക്കും അതുപോലെ തന്നെ ചുവടുത്തുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് ഒരുപാട് സഹായമായി. ഇത്തവണയും അതുപോലെയുള്ള പരിപാടികൾ തന്നെയാണ് നടത്തിയത്. അക്ഷരശുദ്ധി മത്സരം അതിൻ്റെ ഉദ്ഘാടന ദിവസം വന്ന് യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഒരേ ദിവസം തന്നെ അത് രണ്ടും നടക്കുകയാണ്. പിന്നെ ഒരു ഇതുള്ളത് MT വാസുദേവൻ നായർ ചെയർമാൻ സ്ഥാനത്ത് ഇല്ലാത്ത ആദ്യത്തെ വിദ്യാരംഭമാണെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ശൂന്യത ഞങ്ങളും അനുഭവിച്ചറിയുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായ സാന്നിധ്യം നമുക്കൊരു ധൈര്യം തരുന്നുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പുതിയ ചെയർമാൻ വൈശാഖ മാഷും സെക്രട്ടറി നന്ദേട്ടനും നേതൃത്വം നൽകുന്ന തുഞ്ചൻ സ്മാരക ട്രസ്റ്റാണ് ഇതിവിടെ ഇത്തവണ നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ചെയ്തൊരു കാര്യം, ഒരുപാട് അപേക്ഷകളോടെ വരാറുണ്ട് ഇതിന് കലാപരിപാടികൾ അരങ്ങേറ്റമൊക്കെ ആയിട്ട്. പലപ്പോഴും 5 ദിവസം ആകുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 4-1 ആളുകൾക്ക് നമുക്ക് സമയം കൊടുക്കാൻ സാധിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ എത്ര അപേക്ഷകൾ തീരുമാനിക്കുന്ന ദിവസത്തിന് മുമ്പ് വന്നിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അവസരം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മുതൽ 2.5 മണിക്കൂർ വരെ നീളുന്ന പരിപാടികളാണ് ഉള്ളത്. നൃത്തവും സംഗീതവും നാടൻ പാട്ടും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ അരങ്ങേറ്റങ്ങളൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പതിവ് പോലെ നടക്കുന്നത്. 24-ന് വൈകിട്ട് 5-നാണ് വിദ്യാരംഭ കലോത്സവത്തിന് തിരി തെളിയുക. പ്രമുഖ നർത്തകിയായ വിനീത നെടുങ്ങാടി ഉദ്ഘാടനം നിർവഹിക്കും. വൈകുന്നേരം 5 മണിക്ക് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയായിട്ടുള്ള വിനീത നെടുങ്ങാടി, എല്ലാവർക്കും അറിയാം, കുഞ്ഞിക്കൂരനൊക്കെ എഴുതിയ നരേന്ദ്രനാഥിന്റെ മകളാണ്. സാഹിത്യ കൃതികളായാലും ശരി, കവിതകളായാലും ശരി ഒക്കെ മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിച്ച് ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു മോഹിനിയാട്ടം നർത്തകിയാണ്. ആ ഒരു മേഖലയിലത്തെ ഏറ്റവും ശ്രദ്ധേയയായ ഏറ്റവും മുതിർന്ന നർത്തകിമാരുടെ ഒരാൾ കൂടിയാണ്. അവരാണ് ഇത്തവണ വിദ്യാരംഭ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ തുഞ്ചൻ ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികൾ അരങ്ങേറും. സംഗീതാർച്ചന, തിരുവാതിര, സെമി ക്ലാസിക്കൽ നൃത്തം, മോഹിനിയാട്ടം, ഭരതനാട്യം, മയൂര നൃത്തം തുടങ്ങിയവ വിവിധ ദിവസങ്ങളിൽ അരങ്ങേറും. തുഞ്ചൻ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ K. ശ്രീകുമാർ, അംഗങ്ങളായ P. കൃഷ്ണൻകുട്ടി മാസ്റ്റർ, അഡ്വക്കേറ്റ് M. വിക്രമകുമാർ, സൂപ്രണ്ട് TP സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്.
അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.